ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉള്ള സ്പോട്ട് എങ്ങനെയുണ്ട്? ചുറ്റുഭാഗം വെള്ളമാണ്, നല്ല കിടിലം സ്പോട്ടാണ്. അപ്പോൾ സ്പോട്ട് ഏതാണെന്ന് പറഞ്ഞാൽ ബേപ്പൂർ കപ്പൽ ചാലിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എന്താണ് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലേക്ക് വന്നാൽ കാണിച്ചു തരാം. കോഴിക്കോട് ജില്ലയിലെ ഒരു ഗ്രാമമായിട്ടുള്ള കരുവന്തുരുത്തിയിലാണ് കേട്ടോ നമ്മളുള്ളത്. ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് കരുവന്തുരുത്തി സ്ഥിതി ചെയ്യുന്നത്. ഫറൂഖിലെ കീഴ്പ്പാലം കരുവന്തുരുത്തിയിലേക്കും അതുപോലെ കരുവന്തുരുത്തി പാലം ചാലിയം ബീച്ചിലേക്കുമാണ് നീണ്ടിരിക്കുന്നത്. ഞാനും എൻ്റെ 2-3 സുഹൃത്തുക്കളുണ്ട് കേട്ടോ കൂടെ. നമ്മളൊരു ചെറുതായിട്ടൊരു തോണിയാത്രക്ക് ഒരുങ്ങാണ്. തൊയാനുള്ള പങ്കായമൊക്കെ സെറ്റാക്കി കൊണ്ടുവരികയാണിപ്പോൾ. ഇതാണ് കേട്ടോ നമ്മൾ പോകാനുള്ള തോണി. ഇതിലാണ് നമ്മൾ പോകുന്നത്. തോണി എടുത്തിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ചളികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ്, എന്നിട്ട് നമ്മൾ പോകുന്നുള്ളൂ. ഇതിന് ബർക്കാസ് എന്നൂടെ പറയട്ടോ. ഫൈബർ തോണിയാണ് ഇതിൽ ഞാനിപ്പോൾ 3ാമത്തെ തവണയാണ് ഇപ്പോൾ ഇതുപോലത്തെ തോണിയിൽ ഞാൻ കയറാൻ പോകുന്നത്. അങ്ങോട്ട് ആദ്യമായിട്ടാണ് 5 ആളൊക്കെ ആയിട്ട് ഈ തോണിയിൽ കയറുന്നത് കേട്ടോ. അല്ല ശ്വാസം വിടാനില്ല. നമുക്ക് കൊച്ചന് പറഞ്ഞ ഒരു പേടിയൊന്നുമില്ല വെള്ളത്തിൽ പോകാനേ. നേരെ കാണുന്ന ബേപ്പൂർ ചെട്ടിയാണ്. അങ്ങോട്ട് പോയാൽ തരച്ച് ഓളം തള്ളലുണ്ടാവൂടാ ഇവിടെ. അങ്ങോട്ട് സ്വയം ബാലൻസ് ചെയ്താലേ അങ്ങോട്ടല്ല പോണ്ട. പേടില്ല. ആ ഇരുത്ത് ബാലൻസ് ചെയ്യാനല്ലേ ചെറുക്കുള്ളോണ്ടേ അല്ല ബാലൻസ് ചെയ്യാൻ കഴിയൂല. എല്ലാം പാടെ നടക്കൂലല്ലോ. 5 ആളെയും വെച്ചാണ്ടല്ലേ തൊഴണത്. അപ്പോൾ അതിനുള്ള റിസ്ക് എന്തായാലും ഉണ്ടാവും, അത് ഉറപ്പാണ്. അതും ഒഴുക്കിനെതിരെയാണ് ഇപ്പോൾ ഈ തൊഴണൊക്കെ കേട്ടോ. നമ്മുടെ പിന്നിൽ കാണുന്ന ഈ ബോട്ട് ഉണ്ടല്ലോ, ഇതുപോലത്തെ ഒരു ബോട്ട് ഏകദേശം മീൻ പിടിക്കാൻ തക്കം ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.25 കോടിയോളം രൂപ ചിലവുണ്ട് അത്രേ. അതുകൊണ്ടാണ് തങ്ങിക്കണേ. ഇവിടുന്ന് പിന്നാണ്ട് കണ്ടോ ആയം കൂടുന്നുണ്ടില്ലേ, അതിലാണ് തങ്ങിയതാണ്. വന്നോളെ. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഫറൂഖ് പുഴ, അതായത് അറബിക്കടലിന് ചേരുന്നതിന് തൊട്ട് മുന്നേ ഒരു 1/2 കിലോമീറ്റർ ചേരുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മുടെ 2018-ലുണ്ടായ എന്താ പറയുക, എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയ നമ്മുടെ പ്രളയമുണ്ട്. ആ പ്രളയത്തിൽ അടിഞ്ഞുകൂടിയ മരമുണ്ട്. ആ മരത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഈ മരം എന്ന് പറയുന്നത് 2018-ലെ നമ്മുടെ പ്രളയത്തെ സമയത്ത് ഈ ഫറൂഖ് പുഴയിലൂടെ എവിടുന്നോ ഇത് കടവഴുകിയിട്ട് ഒഴുകി വന്നതാണ്. അങ്ങനെ വന്നിട്ട് ഇത് നമ്മുടെ ഫറൂഖ് റെയിൽവേയുടെ താഴെ പതിച്ച് അവിടുന്ന് എന്താ പറയുക, പിന്നെ അവിടെ സ്റ്റക്കായി, ആ തൂണിന് സ്റ്റക്കായി. അങ്ങനെ സ്റ്റക്കായിട്ട് ഇത് റെയിൽവേ പാലത്തിന് ഭീഷണിയാവും എന്നുള്ള ആ എന്താ പറയുക അഭിപ്രായങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് ചെന്നൈയിൽ നിന്ന് റെയിൽവേയുടെ ഒരു സ്പെഷ്യൽ ടീം വന്നിട്ട് ഈ മരം എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നൈയിൽ നിന്ന് വന്ന ആ സ്പെഷ്യൽ ടീം ക്രെയിനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ പാളത്തിൻ്റെ അവിടുന്ന് ഇത് മാറ്റുന്നത്. അങ്ങനെ അവിടുന്ന് ഒഴുകി വന്നിട്ട് ഇത്
അഴിമുഖത്ത്, അതായത് അറബിക്കടലിന് ചേരുന്ന തൊട്ട് മുന്നേ ഒരു 1/2 കിലോമീറ്റർ മുന്നേ ആയിട്ട് ഇതിവിടെ സ്റ്റക്കായിട്ട് ഇവിടെ നിൽക്കുകയാണ്. എന്തോ ഇത് കടലിനെ വിട്ടുകൊടുക്കാൻ മനസ്സില്ല തോന്നുന്നു ഈ മരത്തെ. അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ ഈ മൺകൂനയിൽ വന്നിട്ട് അടിഞ്ഞതാണ് ഇവിടെ. ആ കാണുന്നതാണ് ബേപ്പൂർ കപ്പൽച്ചാലാണ് ആ കാണുന്നത്. നമ്മുടെ ലക്ഷദ്വീപൊക്കെ ഇവിടെ നിന്നാണ് ബോട്ടും കപ്പലുകളൊക്കെ പോകുന്നത്. ഈ കാണുന്നതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ബോട്ട് ചെട്ടിയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗം എന്ന് പറയുന്നത് ചാലിയം, കരുവൻതുരുത്തി, അതുവരെ ഇവരുടെയൊക്കെ ജനവാസ മേഖലയാണ് ഈ കാണുന്നതൊക്കെ. ഇതാ നല്ല വ്യൂ ആണ് ഇവിടെ നിന്നാൽ. നമ്മളിപ്പോൾ എന്താ പറയുക, പുഴയുടെ നടുവിലായിട്ടുള്ളത്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് ഇതെങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിപ്പെട്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളെ സുഹൃത്തുക്കളുണ്ട്, ചെറിയുണ്ട്, അതുപോലെ തന്നെ ജംഷുണ്ട്. അപ്പോൾ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരാണ് ജംഷീൻ്റെ ഒരു സുഹൃത്തുണ്ട്. ജംഷീൻ്റെ സുഹൃത്ത് റോഹൂഫൊക്കെ വഴിയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ എത്തുന്നത്. അപ്പോൾ റോഹൂഫൊക്കെ തോണി കഴിഞ്ഞ് വരുന്നുണ്ട്. ഒരാളും കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. അപ്പോൾ അയാൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. നമ്മൾ പോകുന്ന സമയത്ത് 5 പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ ഫോണ് വണ്ടിയിൽ വെച്ച് മറന്നിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് അവർ 2 പേരും കൂടെ മാത്രമായിട്ട് പോയിട്ട് വരികയാണ് തിരിച്ച്. ഇതല്ലാതെ ആരും വരില്ല. അവിടെ അടുപ്പിച്ചു വരും. ഇതെന്ത് ചെയ്താൽ പറഞ്ഞല്ലേ, ഇവിടെ നല്ല വളക്കും. ഇങ്ങോട്ട് ചവിട്ടാ, ഉള്ളിൽ ചവിട്ടാ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റൂഫൊക്കെയാണിത്. റൂഫൊക്കെ വഴിയാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തുന്നത്. ബോട്ട് പൊതുവെ കുറവാണ് കേട്ടോ. കുറേ പേർക്ക് പണിയില്ല. ശരിക്കും ഈ സമയത്തൊക്കെ ഇതുപോലുള്ള തീരപ്രദേശ മേഖല ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട അനിവാര്യമാണ്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുള്ള ഈ ഏരിയയിൽ 2018 പ്രളയ സമയത്ത് ഇവരാണ് ഇപ്പോൾ നമുക്കൊക്കെ കൈത്താങ്ങായിട്ട് നെടുന്തൂണായിട്ട് നിന്നിരുന്ന ആളുകൾ. അന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു, കേരളത്തിൻ്റെ നാവികസേന എന്ന് അവരെ വിശേഷിപ്പിച്ച് ഒരു ബിഗ് സല്യൂട്ട് തന്നെ അവർക്ക് കൊടുത്തതാണ്. ഓക്കെ, ഞാൻ നോക്കണ്ട. ഇതേതാ മരം എന്നറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ജസ്റ്റ്. ഇവിടെ അധികം ആഴൊന്നുമില്ല കേട്ടോ ഈ മരം, അതുകൊണ്ടാണ് ഇവിടെ അടിഞ്ഞുകൂടിയത്. തീരെ ആഴില്ല ഇവിടെ. വേലിയിറക്കത്തിൻ്റെ സമയം ആയതുകൊണ്ടാണ് ഈ മരത്തിന് മുകളിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം മൂടി ഈ മരം തന്നെ കാണാൻ പറ്റില്ല. ഇവിടെയൊക്കെ നല്ല സ്പോട്ടാണോ ഈ മരത്തിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. നല്ല അടിപൊളി കാഴ്ചയാണ്. ഇവിടെ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്പോട്ടാണ് സംഭവം. എല്ലാം അവിടെ ചുട്ടോ പോയിട്ട് അപ്പോൾ നമ്മൾ തിരിച്ചു പോകാട്ടോ. ഇനിയിപ്പോൾ ഏതായാലും സൂര്യ അസ്തമിക്കാനായി. പണ്ട് കേരളത്തിൽ സുലഭമായിരുന്ന കടുപ്പമേറിയ തടികൾ കൊണ്ട് നിർമ്മിച്ച ഒരു ലോക പ്രശസ്തമാണ് ഉരുകൾ. ബേപ്പൂര് തുറമുഖം ഉരു നിർമ്മാണത്തിന് പേര് കേട്ടൊരു തുറമുഖമാണ് കേട്ടോ. മാപ്പിള കലാസിമാർ ഉരു നിർമ്മാണത്തിലൂടെ പ്രശസ്തരായും കൂടിയാണ്. വിവിധ രാജ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ബേപ്പൂരിൽ ഉരു നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ പിറകിൽ കാണുന്നത് ഒരു തുരുത്താണ്. ആ തുരുത്ത് എന്ന് പറഞ്ഞാൽ ഒരു 10-14 കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് തോണി മാർഗമില്ലാതെ പോകാൻ പറ്റില്ല. റോഡ് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ തോണി വഴി മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്കൂള്, ഹോസ്പിറ്റല് പോലത്തെ എല്ലാ കാര്യത്തിനും ഇവർ കരുവന്തുരുത്തിയാണ് ആശ്രയിക്കുന്നത് കേട്ടോ. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അതും തോണി കഴിഞ്ഞിട്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ നമ്മൾ റൂഫ്ഖാൻ്റെ വീടിൻ്റെ അവിടെ ആയിട്ടുള്ളത്. റൂഫ്ഖാൻ്റെ വീടിൻ്റെ അവിടെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വേറെ സാധനം ഞാൻ കാണിച്ചു തരാം. ചെമ്പല്ലിക്കൂട് എന്നാണ് ഇതിന് പറയുക. ചെമ്പല്ലിക്കൂട് ഒരു കെണിയാണ് മീനെ പിടിക്കാനുള്ള. ചെമ്പല്ലി മീനെ പിടിക്കാനുള്ള ഒരു കെണിയാണ് സംഭവം. നമ്മൾ വരുന്നുള്ള വിവരം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ റൂഫൊക്കെ പറഞ്ഞത് ഇറക്കി വെക്കിയിരുന്നു ഈ ചെമ്പല്ലിൻ്റെ കൂടെന്നാണ് പറഞ്ഞത്.
അപ്പോൾ നേരെ ഏതായാലും ഇരുട്ടാനായിക്കണം. അപ്പോൾ നമ്മളേതായാലും വേറെ പരിപാടി കൂടെ ഉണ്ട്. റൂഫൊക്കെ ഏതായാലും ഒന്ന് വല വീശി വെക്കുന്നുണ്ട്. അഥവാ ഒന്ന് മീൻ കിട്ടിയാലോ, നമുക്ക് മീൻ കിട്ടിയാൽ നോക്കാം നമുക്ക് എന്തായാലും. ഇവിടെ ആയൊന്നുമില്ലല്ലോ, തീരെ ഇല്ലല്ലോ. പറഞ്ഞാൽ ആ സ്പ്രോട്ടോ മീൻ ഉണ്ടാവുക നോക്കാം നമുക്ക്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അല്ല ചെയ്യാ, ഭാഗ്യം ഉണ്ടെങ്കിൽ മീൻ കിട്ടും. അത് ഭാഗ്യം നമുക്ക് മീൻ കിട്ടും. നമുക്ക് ഭാഗ്യം ഉണ്ടോ ഇല്ലയെന്ന് ഇപ്പം നമുക്ക് ഇപ്പം അറിയാം. ഇപ്പം ഭാഗ്യം ഉണ്ടോ റഫ്ക? അല്ല ചെറുത് സാധനം മീനല്ലേ നമുക്ക് തോണിയിൽ പോയാണ്ട് നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ഭാഗ്യം തീരല്ല. നമുക്ക് തോണി പോയപ്പോൾ നമ്മൾ എന്താ പറയുക വല വീശാൻ കഴിഞ്ഞു. കാരണം 5 പേരുണ്ട്. അപ്പോൾ പിന്നെ വേറെ ആൾ കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് എക്സ്പേർട്ട് തോണി തൊഴാനും അതുപോലെ വല ഇടാനൊക്കെ എക്സ്പേർട്ടിൽ ഒരാളും കൂടെ വേണം. മറ്റേ റോഫ്ക മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കതിൽ ഈ പരിപാടി അറിയില്ല. നമ്മൾ തോണി പോകുന്ന സമയത്ത് ആ വർക്കാസിൽ പോയ സമയത്ത് മീനുകളൊക്കെ നല്ല തുള്ളി ചാടി നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ സമയത്ത് വലയൊന്നുമില്ല. അപ്പോൾ അതായിരുന്നു ബുദ്ധിമുട്ട്. അല്ലാതെ തന്നെ ഇപ്പം മീനൊക്കെ ആയിട്ട് നമുക്ക് എന്താ പറയുക അടിപൊളിയായിരുന്നു. അതന്നെ നമുക്ക് ഏതായാലും സ്ഥലം മാറ്റി പിടിച്ച് നോക്കാം. ഇവിടെ ഏതായാലും കിട്ടിയില്ല. ഇനി അടുത്ത എന്തായാലും ഭാഗ്യമുണ്ടോ നോക്കാം നമുക്ക്. അപ്പോൾ വീഡിയോയിൽ കണ്ട പോലല്ല, ഞങ്ങളൊരു 3-4 പ്രാവശ്യം വല വീശി നോക്കി, ഒന്നും കിട്ടിയില്ല. സംഭവം ഭാഗ്യമില്ല. ഭാഗ്യം എന്നല്ല, ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ വെള്ളം കയറുള്ളൂ. വേലി എന്താ പറയുക, ഇപ്പോൾ വേലി ഇറക്കണം, വേലി എന്താ വെള്ളം കയറി തുടങ്ങുള്ളൂ. വേലി കയറ്റുന്ന സമയം ആവുന്നുള്ളൂ. അപ്പോഴാണ് കൂടുതലും എന്താ പറയുക മീനുകളൊക്കെ ഇപ്പോൾ കുറച്ച് പുറത്തേക്ക് കയറും. അപ്പോൾ ആ സമയത്ത് മീനുകളൊക്കെ കയറിയുള്ളൂ വേലി കയറ്റുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും വല വീശുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് റൂഫ് കാണാൻ ഒഴിവുള്ളൊരു ദിവസം നമ്മളെന്തായാലും വരുന്നുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ ഒന്നുകൂടെ എഴുതിക്കണമെങ്കിൽ നമുക്ക് നോക്കി വെക്കാം, അത് കിട്ടിക്കണോ നോക്കാം. ഇങ്ങനെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഭാഗ്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും മീനെ പിടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഒരുങ്ങി ഒരു ദിവസം എന്തായാലും നമുക്ക് ഒരു ദിവസം വരുന്നുണ്ട്. ഏതായാലും ഇപ്പോഴല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് റൂഫിക്കാൻ്റെ ഒഴിവിനനുസരിച്ച് നമ്മളെന്തായാലും വന്ന് മീനും കാര്യങ്ങളൊക്കെ പിടിച്ച് ഇവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി നല്ലൊരു വീഡിയോ നമ്മളെന്തായാലും ഉണ്ടാക്കും. അപ്പോൾ ഇന്നത്തേത് ഒരു ചെറിയ വീഡിയോ ആണ്, വലിയ വീഡിയോ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈറ്റ് പോകാനായി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഔട്ട്ഡോർ പെട്ടെന്ന് തന്നെ എടുക്കാൻ കാരണം. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ വീഡിയോകളുടെ എണ്ണം കുറവെന്ന് പറയാൻ കാരണം ആഴ്ചയിൽ ഒരു വീഡിയോ പോലും ഇടുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ കൊറോണയാണ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ബുദ്ധിമുട്ടുണ്ട് അതിൻ്റേതായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളെ സബ്സ്ക്രൈബിലൂടെ നമുക്ക് തരേണ്ടത്. അപ്പോൾ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉടനെ കാണാം. അപ്പോൾ കൊറോണ ആയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക.